ഫ്രണ്ട്സ്, വെൽക്കം ടു സുർമി വേൾഡ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ചിരട്ട ചായയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയുന്നു തോന്നുന്നു. അതിനു മുന്നേ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാൻ കേട്ടോ. ഇന്ന് എന്റെ അമ്മച്ചി ഒരു പാട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്തിരുന്നു. എനിക്കത് നല്ല ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കത് എന്തായാലും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പൊ നമുക്ക് പാട്ട് കേട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം. പനിനീർ ചന്ദ്രികേ കിളിക്കിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്മേ മയങ്ങുവാവാ. അപ്പോ ഇമ്മച്ചിയുടെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ചിരട്ട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഇതേ രൂപത്തിലുള്ള ചിരട്ട നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് കണ്ണുള്ളത് എടുക്കരുത്. കാരണം കണ്ണുള്ള ചിരട്ട എടുത്താൽ അത് കത്തി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ണില്ലാത്ത ചിരട്ടയാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഞാനിപ്പോൾ ചിരട്ട ലോ ഫ്ലെയിമായി ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം കൂടിപ്പോകരുത്. കൂടിപ്പോയാൽ ചിരട്ട മൊത്തം കത്തും, അതുകൊണ്ട് കൂട്ടരുത്. ഇനി നമുക്ക് ചിരട്ടയുടെ കാൽ ഭാഗം വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ വെള്ളം നമുക്ക് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം 10 മിനിറ്റോളൊക്കെ എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് അതിലോട്ടുള്ള പാൽ തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം കുറച്ച് പഞ്ചസാരയും ചായപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരത്തിന് പഞ്ചസാരയും ചായപ്പൊടി ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഒരു ടേസ്റ്റിന് ഒരു 2 കാടമ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണ്ടവർ ഇട്ടാൽ മതി. ഇനി ഞാൻ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച ഈ മിൽക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ മിൽക്ക് ചിരട്ടയിൽ ഫുള്ളായി ഒഴിച്ചു കൊടുക്കരുത്. 3/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. 1/4 ഭാഗം നമുക്കവിടെ സ്പേസ് വേണം. അതെന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല, കാരണം പാല് തിളച്ച് മറിയും. അതുകൊണ്ട് പാല് തിളച്ച് മറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊരു ഹാൻഡ് പിക്ക് വെച്ചിട്ടാണ് നിങ്ങൾ പിടിക്കേണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കൈ പൊള്ളിപ്പോകാൻ ചാൻസ് ഉണ്ട്. കൈ കൊണ്ടൊന്നും ഇത് പിടിക്കരുത്. ചായ ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി ഇതൊന്ന് പൊക്കി പിടിക്കണം, ഇല്ലെങ്കിൽ അത് ചിന്താനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതാ ചായ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളിത് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് തിളച്ച് മറിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഗ്ലാസ്സിലേക്ക് അത് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു കപ്പിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കുകയാണ്. കാണുമ്പോൾ തന്നെ അറിയുന്നത് നല്ല തിക്കായിട്ടുള്ളൊരു ചായയാണ്. അതുപോലെ തന്നെ ഏലക്കായുടെയും ചിരട്ടയുടെ ഒക്കെ സ്മെല്ല് വരുന്നുണ്ട്. നല്ല സ്മെല്ലാണ്. നമുക്കിപ്പോൾ ഇവിടെ 3/4 കപ്പ് ചായ കിട്ടിയിട്ടുള്ളൂ. കാരണം ചിരട്ട ചെറുതായതുകൊണ്ട്. ഞങ്ങളിപ്പോൾ ഗൾഫിലാണ്. നാട്ടിലാണെങ്കിൽ കുറച്ച് വലിയ ചിരട്ട കിട്ടിയിരുന്നു. വലിയ ചിരട്ട ആണെങ്കിൽ നമുക്കൊരു കപ്പിനുള്ള ചായ കിട്ടിയിരുന്നു. ഇതിപ്പോൾ 3/4 കപ്പ് ചായ കിട്ടിയിട്ടുള്ളൂ. എന്തായാലും നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. ഇന്ന് ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. എന്താ ടേസ്റ്റ്! ആ ഏലക്കായുടെ ടേസ്റ്റും അതുപോലെ നല്ല കടുപ്പുള്ള ചായയും
സാധാരണ ഞാൻ ലൈറ്റ് ചായ കുടിക്കാറ്, പക്ഷേ ഇത് കുടിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റുകൾ അറിയിക്കാം. പിന്നെ വേറൊരു കാര്യം വേണ്ടി കേട്ടോ, ഫസ്റ്റ് നിങ്ങൾ എൻ്റെ ഉമ്മാൻ്റെ ഒരു പാട്ട് കേട്ടില്ലേ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പുതിയ വീഡിയോയുമായി വരുന്നതാണ്. അപ്പോൾ ബൈ.